നമസ്കാരം. ട്രോൾ ബികോം യൂട്യൂബ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സ്റ്റുഡൻസിന് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ള ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറയുന്ന ആക്ടിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ആണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ബികോം സബ്ജക്റ്റിൽ നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതുമായിട്ടുള്ളൊരു ആക്ടാണ്. ശരിക്കും ബേസിക്കലി ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ എത്ര പേര് കോൺട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പലരും കോൺട്രാക്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ഭാവിയിൽ ചെയ്യുമോ എന്നറിയില്ല എന്നാണ് പലരും ആൻസർ പറയാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആക്ട് പഠിക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ആയിരക്കണക്കിന് കോൺട്രാക്റ്റുകൾ ചെയ്തു കഴിഞ്ഞ ആൾക്കാരാണ്. കാരണം പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാമ്പ് പേപ്പർ എടുത്ത് അത് എഴുതി തയ്യാറാക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് കോൺട്രാക്റ്റ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പേര്. നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മേ ബി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും പലർക്കുള്ളൊരു ധാരണ, ഒരു സ്റ്റാമ്പ് പേപ്പറിലെടുത്ത് എഴുതി 2 പേര് സൈൻ ചെയ്ത് കുറച്ച് സാക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുകയുള്ളൂ എന്നാണ് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസം. പക്ഷെ നമ്മളിവിടെ ഒരു തിരിച്ചറിവ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു കരാറ് വാലിഡ് ആവണമെങ്കിൽ, ഒരു കരാറ് ശരിയായ കരാറാവണമെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതണമെന്ന് ഇന്ത്യൻ കരാർ നിയമം, അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എവിടെയും പറയുന്നില്ല. സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതേണ്ടി വരുന്ന കരാറുകൾ എന്ന് പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്, 1899 നിലവിൽ വന്ന ആക്ട് ഉണ്ട്, കേരള മുദ്രപത്ര നിയമം എന്ന് പറയുന്ന നിയമങ്ങളുണ്ട്. അത്തരം ചില വേറെയുള്ള നിയമങ്ങളിൽ ചില കരാറുകൾ സ്റ്റാമ്പ് പേപ്പറിലായിരിക്കണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. അല്ലാതെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എവിടെയും സ്റ്റാമ്പ് പേപ്പറിലാണ് കരാറുകൾ എഴുതേണ്ടത് എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായത്, ഒരിക്കലും സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് സംശയം വരും, എഴുതണം എന്നപ്പോൾ നിർബന്ധമുണ്ടോ? അതുപോലും നിർബന്ധമില്ല. ഞാനപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ ഇന്നൊരു ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ആരംഭത്തിൽ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതും ഒരു കോൺട്രാക്റ്റാണ്. നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത് ഒരു കോൺട്രാക്റ്റാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഒരു കോൺട്രാക്റ്റാണ്. ഇതെല്ലാം ശരിക്കും ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്. ഈവൻ നമ്മൾ വിവാഹം കഴിക്കാൻ വന്ന ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നത് പോലും കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കരാർ നിയമം പഠിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു തോന്നൽ, ഞങ്ങളൊന്നും ഇപ്പോൾ എടുക്കൊന്നും കോൺട്രാക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒന്നും പഠിക്കേണ്ട എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളൊരു കോൺട്രാക്റ്റിനകത്താണ്. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് ആക്ട് മാറി നിന്നുകൊണ്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഞാൻ CA സ്റ്റുഡൻസിന് ബിസിനസ് ലോ എന്നുള്ള സബ്ജക്റ്റ് എടുക്കുന്നതാണ്. ഞാൻ കുറേ നാളായിട്ട് ഈ ട്രോൾ ബികോം എന്നുള്ള പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ളൊരു പുതിയ സംരംഭം ആരംഭിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങളൊക്കെ ബികോം പഠിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലൊരു സംരംഭം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് അത് ഒരുപാട് പ്രയോജനമാകുന്ന രീതിയിലുള്ളൊരു തുടക്കമാണ് ശരിക്കും ഇതിൻ്റെ അഡ്മിൻസ് നടത്തിയിട്ടുള്ളത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്നൊരു കാര്യം, നമ്മൾ കരാർ ചെയ്യാത്ത ദിവസങ്ങൾ പോലും ഇല്ല എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലാണ്. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബ് കമ്പനിയായിട്ടൊരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാം. പോട്ടെ, ഈ യൂട്യൂബ് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് കേൾക്കാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറുമായിട്ട് നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ആ കോൺട്രാക്റ്റിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ആ നെറ്റ് കിട്ടുന്നത്. ആ നെറ്റ് നിങ്ങൾ അവർക്ക് തരുന്നില്ല, നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടും ആ നെറ്റ് നിങ്ങൾക്ക് അവർ തരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ശരിക്കും എന്താണ്, ഒരു കരാറിൻ്റെ വിജയമാണ്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചുരുങ്ങിയത് 2 കരാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നെസസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി. ഇത്തരം ഒരു ആക്ടിൻ്റെ നെസസിറ്റി എന്താണ്, ശരിക്കും എന്താണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്ന ആക്ടിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ഈ ആക്ടിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ, ടു പ്രൊട്ടക്ട് ദി ലീഗൽ റൈറ്റ്സ് ഓഫ് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എന്ന് പറയും.
അതായത് കരാറിൽ ഏർപ്പെടുന്നത് എപ്പോഴും രണ്ട് വ്യക്തികളായിരിക്കും. ഈ രണ്ട് വ്യക്തികളും കരാറിലേക്ക് വരുമ്പോൾ ആ കരാറിലൂടെ അവർ രണ്ടുപേരും ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കേണ്ട അവകാശമാണ് ഞാൻ ആഗ്രഹിക്കുന്നിടം വരെ ആ ബസ് എന്നെ കൊണ്ടുപോകുക എന്നുള്ളത്. അവർക്ക് ലഭിക്കേണ്ട അവകാശമാണ് ഞാൻ കൊടുക്കേണ്ട പണം. അപ്പം ഞാൻ കൊടുക്കുന്നത് അവരുടെ അവകാശം, അവർ നൽകേണ്ടത് എനിക്കുള്ളത് അവകാശമായിട്ട് മാറുകയാണ്. സോ ഈ രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ബാധ്യതകളുണ്ട്. ഈ അവകാശങ്ങൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നാളെ നിയമപ്രകാരം നീങ്ങാൻ കഴിയണം, അതിന് കേസ് കൊടുക്കാൻ കഴിയണം. ആ കേസ് കൊടുക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നൊരു നിയമം വേണം. ആ നിയമമാണ് ശരിക്കും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട്. ഈ ആക്ട് തരുന്ന ഒരു സമാധാനം, അല്ലെങ്കിൽ ഈ ആക്ട് തരുന്ന ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇപ്പോൾ നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ മേ ബി അവർ ആദ്യത്തിൽ തന്നെ നിങ്ങളുടെ നിന്ന് ഫീസ് വാങ്ങി വെക്കുന്നുണ്ടാവും. ആ ഫീസ് വാങ്ങി വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണൊരു ധൈര്യമുള്ളത്? അവർ നാളെ ഫീസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തന്നില്ലെങ്കിലോ, അല്ലേ? പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളൊരു ബോധമാണ്, ഞാൻ പൈസ കൊടുത്ത് എനിക്ക് അവർ ക്ലാസ് തന്നില്ലെങ്കിൽ ഈ നാട്ടിൽ എന്താ നിയമവും പോലീസും ഒന്നും ഇല്ലെന്ന്. ശരിക്കും നിയമവും പോലീസും അല്ല, നിങ്ങൾക്ക് ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു ധൈര്യം തന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. കാരണം നിങ്ങൾ അങ്ങോട്ട് ഫീസ് കൊടുത്ത് അവർ അവരുടെ വാക്ക് നിങ്ങൾക്ക് പാലിച്ചു തന്നില്ലെങ്കിൽ അവർക്കെതിരെ പരാതി കൊടുക്കാൻ നിയമം അനുവദിക്കുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. ഓക്കെ, ശരിക്കും ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് മാത്രമല്ല, അതല്ലാതെ പല ആക്ടുകളുണ്ട്. ഒരേ കാര്യത്തെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആക്ടുകളുണ്ട്. നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പറയാം. എന്നാലും ബേസിക്കലി അവിടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സ്ഥാനം ചെറുതല്ല. ശരിക്കും ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് എന്നാണ് വന്നത്? ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് 1872 നമ്മുടെ നാട്ടിൽ നിലവിൽ വരുന്നത്. ഇത് നമുക്കറിയാം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. ഏതൊരു ആക്റ്റും നമ്മുടെ രാജ്യത്തേക്ക് നിലവിൽ വരുന്നത് പാർലമെൻറ്റിൻ്റെ അനുമതിയോട് കൂടിയായിരിക്കും. ഏതൊരു ആക്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കി, ലോകസഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ആക്ട് ഇറക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് ഒരു ആക്ട് നിലവിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഒരു കരട് രൂപം തയ്യാറാക്കണം. ആ കരട് രൂപം അവരെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പാർലമെൻറ്റിൽ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും കൂടി ചേർന്ന സ്ഥലമാണ് പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിൽ എന്ത് ചെയ്യണം? പാസ്സാക്കണം. അതിനുശേഷം പാർലമെൻറ്റിൻ്റെ അനുമതിയും കൂടി ലഭിച്ച് പിന്നീട് പ്രസിഡന്റിന് അയച്ചു കൊടുത്ത് ആ പ്രസിഡന്റും കൂടി ഒപ്പുവെക്കുമ്പോഴാണ് ആ ബില്ല് പാസ്സായി എന്ന് പറയാം. ആ ബില്ല്, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ബില്ല് പാസ്സായത് 25 ഏപ്രിൽ 1872 അന്ന് പ്രസിഡന്റും ആൾക്കാരും ഒന്നുമല്ല, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യക്ക് അതിൻ്റേതായ സിസ്റ്റമായിരുന്നു. ഇന്നത്തെ സ്ഥിതിവിശേഷമാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, പ്രസിഡന്റിൻ്റെയും കൂടി അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ് നമ്മളുടെ നാട്ടിലെ ആക്ട് പാസ്സാക്കും, അതായത് നടപ്പിലാക്കും. അങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ള തീയതിയാണ് 1 സെപ്റ്റംബർ 1872. അപ്പോൾ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബില്ല് പാസ്സായി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമം നടപ്പിലാക്കാൻ അനുമതി കിട്ടിയ ദിവസമാണ് ഈ 25 ഏപ്രിൽ 1872. ആ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ദിവസമാണ് 1 സെപ്റ്റംബർ 1872. ഈ നിയമം നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുക്കും ഇത് ബാധകമാണ്. എന്നാൽ ജമ്മു കാശ്മീർ അത് ബാധകമല്ല എന്ന് നമ്മൾ ഒരു പക്ഷെ പഠിച്ചിട്ടുള്ളവർ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് ജമ്മു കാശ്മീരിലും അത് ബാധകമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അത് റിമൂവ് ചെയ്തു. ഇപ്പോൾ ജമ്മു കാശ്മീരും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജമ്മു കാശ്മീരും ഈ നിയമം അപ്പോൾ അപ്ലിക്കബിൾ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. എന്നാൽ പണ്ടത്തെ പുസ്തകങ്ങളിലെല്ലാം ഇത് 2-3 കൊല്ലം വരെ ജമ്മു കാശ്മീരിന് ഈ ആക്ട് അപ്ലിക്കബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഇന്ത്യൻ കരാർ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് നമ്മുടെ രാജ്യത്ത് വന്നതിൻ്റെ ചില ദിവസങ്ങളും അതിൻ്റെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്ന സമയത്ത് ഒരു ബുക്ക് പോലെയാണ് ആക്ടുകൾ ഇറങ്ങുക. ഒരു ബുക്ക് പോലെ തന്നെ. നമ്മൾ സാധാരണ ഒരു ബികോമിൻ്റെ ഒക്കെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ മൊഡ്യൂളുകൾ ഉണ്ടാവും. ആ മൊഡ്യൂളിലൊക്കെ 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സിനകത്ത് കുറേ യൂണിറ്റുകൾ ഉണ്ടാവും. ആ യൂണിറ്റുകൾക്കകത്ത് കുറേ പേജ് നമ്പേഴ്സ് ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഒരു ആക്റ്റും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്ന ദിവസം അല്ലെങ്കിൽ നിലവിൽ വരുന്ന സമയത്ത് അതിന് 4 പാർട്ടുകളും 11 ചാപ്റ്റേഴ്സും
266 സെക്ഷൻസും ഉണ്ടായിരുന്നു. 4 പാർട്ടുകളായിട്ട് 11 ചാപ്റ്ററുകളായിട്ട് 266 സെക്ഷൻസ് ഉണ്ടായിരുന്നു ആ ആക്ടിന്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ചാപ്റ്റർ 1 മുതൽ 6 വരെ അടങ്ങിയിരിക്കുന്ന പാർട്ടാണ് പാർട്ട് 1. അതിൻ്റെ പേര് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് എന്നായിരുന്നു. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്. അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 1 to 75 എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് ചാപ്റ്റർ 7 ആണ്. അതിൻ്റെ പേര് സെയിൽ ഓഫ് ഗുഡ്സ് എന്നാണ്. അത് ഉള്ളടങ്ങിയിരിക്കുന്ന സെക്ഷൻ 76 to 123 എന്ന് പറയുന്ന സെക്ഷൻസ് ആയിരുന്നു. മൂന്നാമത്തെ പാർട്ട് ചാപ്റ്റർ 8 to 10 ആണ്. അതിൽ ഉൾക്കൊണ്ടിരുന്നത് കുറേ തരത്തിലുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന ഒരു പാർട്ടായിരുന്നു ഈ മൂന്നാമത്തെ പാർട്ട്. അതിൽ ബെയിൽമെൻറ്റ്, പ്ലഡ്ജ്, ഗ്യാരണ്ടി, ഇൻഡംനിറ്റി, ഏജൻസി, ഇങ്ങനെ 5 തരത്തിലുള്ള കരാറുകൾ ഒരുമിച്ച് ഉൾക്കൊള്ളുന്നൊരു ഭാഗമായിരുന്നു മൂന്നാമത്തെ ഭാഗം. അത് സെക്ഷൻ 124 to 238 ആണ്. ലാസ്റ്റ് നാലാമത്തെ ഭാഗം ചാപ്റ്റർ 11 ആണ്. അത് പാർട്ട്ണർഷിപ്പാണ്. അതിലുണ്ടായിരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് 239 മുതൽ 266 വരെയുള്ള സെക്ഷൻസ് ആണ്. എന്നാൽ ഇത്രയും 4 പാർട്ടുകളായിട്ടാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നമ്മുടെ നാട്ടിൽ വന്നത് എന്നുണ്ടെങ്കിലും ഇതിലെ 2 പാർട്ടുകൾ പിന്നീട് വേർപെടുത്തപ്പെട്ടു. അതായത് ഈ രണ്ടാമത്തെ ഭാഗമായിരുന്ന സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ഭാഗം ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ കൂടെ ഇല്ല. 1930 അത് പുതിയ ആക്റ്റായിട്ട് മാറിയപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നും നമ്മൾ ആ ഭാഗം റിപ്പീൽ ചെയ്തു, എടുത്തു മാറ്റി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്താൽ 76 മുതൽ 123 വരെയുള്ള സെക്ഷൻസ് അവിടെ കാണാൻ പറ്റില്ല. അത് മാഞ്ഞു പോയിട്ടുണ്ടാവും, സ്കിപ്പായിട്ടുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ആക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗവും എന്ത് ചെയ്തു, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നും മാറ്റി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് എത്ര ഭാഗങ്ങൾ അറ്റ് പ്രസൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 2 ഭാഗമേ ഉള്ളൂ. ഒന്ന് ഈ പറയുന്ന ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റും മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ബാക്കി 2 ഭാഗവും അതിന് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ചരിത്രമാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗമായിട്ട് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ആ ചരിത്രം കൂടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നീട് പഠിച്ച സെയിൽ ഓഫ് ഗുഡ്സും പാർട്ട്ണർഷിപ്പും ഒക്കെ ഒരു കാലത്ത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഭാഗമായിരുന്നു ശരിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കും. എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറയാം. ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 വ്യക്തികളെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ഇദ്ദേഹത്തെ ഞാൻ ബി എന്നും വിളിക്കുകയാണ്. അപ്പോൾ എയും ബിയും തമ്മിൽ എയുടെ കയ്യിലൊരു കാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കാറുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കാറുണ്ട്. അപ്പോൾ ഈ കാറ് നമ്മൾ ഇദ്ദേഹത്തിന് വിൽക്കാൻ പോവുകയാണ്, ബി എന്ന് പറയുന്ന ആൾക്ക് വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ എയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ബിക്ക് ഈ കാറ് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു കരാർ ഉണ്ടാകുന്നതിൻ്റെ രൂപം എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കരാറിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്നാണ്. ഈ പ്രപ്പോസൽ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടുപരിചയമുള്ള വാക്കാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, നമ്മുടെ എ എന്ന് പറയുന്ന ആൾ ബിയോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാറ് വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ ആളോട് സമ്മതം ചോദിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റുള്ള ആളോട് സമ്മതം ചോദിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്നാണ്. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ, ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്നാവും. ഈ ഓഫർ കൊടുക്കുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസർ എന്ന് പറയുന്നത്. നമ്മൾ ആർക്കെതിരെയാണോ ഓഫർ കൊടുക്കുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് ഓഫറി. ഇതാണ് ഒരു കരാറിൻ്റെ ആരംഭം. നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം മറ്റൊരാൾ തുറന്നു പറയുന്നു, എനിക്ക് നിങ്ങളുമായി ഇങ്ങനെ ഒരു കരാർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് വ്യക്തിക്ക് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്യും. ആൾ പറയും താല്പര്യമില്ല. ഇനി അതല്ല ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആളെന്ത് പറയും, യെസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയും. കണ്ടോ, ഇതിനാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്ന് പറയുക. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു പേരും കൂടി ഇട്ട് വിളിക്കും, അയാളുടെ പേര് അക്സെപ്റ്റർ എന്ന് കൂടി വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ആൾ ബിക്ക് ഒരു ഓഫർ കൊടുത്തു അല്ലെങ്കിൽ പ്രപ്പോസൽ കൊടുത്തു, അയാളുടെ ആഗ്രഹം അറിയിച്ചു. ഇപ്പുറത്തെ ആൾക്കത് ഓക്കെ ആയതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റൻസ് പറഞ്ഞു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായി, എ കൊടുത്തിരിക്കുന്ന ഓഫർ ബി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരാൾ കൊടുക്കുന്ന ഓഫർ മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേരാണ് പ്രോമിസ് എന്ന് പറയുന്നത്. കണ്ടോ, പ്രോമിസ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. പ്രോമിസ് എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുക്കുക എന്നാണ് അർത്ഥം. വാക്ക് കൊടുക്കുക.
അപ്പോൾ എന്ത് ചെയ്തിരിക്കുക, എ എന്ന് പറയുന്ന ആൾ ബിക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്, ഞാൻ എൻ്റെ കാറ് നിനക്ക് വിൽക്കാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പ്രോമിസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരാളോട് ചോദിക്കുകയാണ്, നീ നാളെ എൻ്റെ ഒപ്പം സിനിമയ്ക്ക് വരുമെന്ന് ചോദിക്കുന്നു, അവൻ ഓക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ പ്രോമിസ് ഇതാണ്, വാക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ പ്രോമിസ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോമിസ്. ഓഫറിൻ്റെ കൂടെ അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി അതെന്താണ്, പ്രോമിസാണ്. ഓക്കെ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ ബിക്ക് കാറ് ഇപ്പോൾ കൊടുക്കാം എന്നുള്ളൊരു വാക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊരു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതൊരിക്കലും കോൺട്രാക്റ്റ് ആവില്ല. കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും വേണ്ട മറ്റൊരു സാധനം കൺസിഡറേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഈ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് പ്രോമിസ് കൊടുക്കുമ്പോൾ അയാൾക്ക് പകരമായിട്ട് എന്തെങ്കിലും കിട്ടണം. അത് നമ്മൾ ലാറ്റിൻ ടേമിൽ തന്നെ ചുരുക്കി വിളിക്കുന്ന ക്യുട്രോക്കോ എന്നാണ്. അതായത് സംതിങ് റിട്ടേൺ. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അയാൾ തിരിച്ച് എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണം എന്ന് പറയുന്നതാണ്. അപ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്ന സംഭവമായിട്ട് മാറുന്നത്. കൺസിഡറേഷൻ എന്താണോ തിരിച്ചു കിട്ടുന്നത് അതാണ് കൺസിഡറേഷൻ. പക്ഷേ ഈ കൺസിഡറേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തരം ലെഫ്റ്റും റൈറ്റും പോലെയാണെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ കാറ് കൊടുക്കുക എന്നുള്ളത് പ്രോമിസും പേയ്മെൻറ്റ് കിട്ടുന്നത് ഇയാൾക്കുള്ള കൺസിഡറേഷനുമാണ്. അപ്പോൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇയാൾ കൊടുക്കുന്നത് കാറ്, തിരിച്ചു കിട്ടുന്നത് പേയ്മെൻറ്റ്. അപ്പോൾ ഇയാളുടെ പ്രോമിസാണ് കാർ എന്ന് പറയുന്നത്, ഇയാൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഇപ്പുറത്തെ ആളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഇയാൾ കൊടുക്കുന്നതാണ് പേയ്മെൻറ്റ്, ഇയാൾക്ക് തിരിച്ചു കിട്ടുന്ന കൺസിഡറേഷനാണ് കാറ്. അപ്പോൾ ഒരാൾക്ക് എന്ത് തിരിച്ചു കിട്ടുന്നോ അതാണ് കൺസിഡറേഷൻ. സോ നമ്മളുടെ പ്രോമിസാണ് അവൻ്റെ കൺസിഡറേഷൻ, അവൻ്റെ പ്രോമിസാണ് നമ്മളുടെ കൺസിഡറേഷൻ. ഇങ്ങനെ രണ്ടു പേർക്കും കൺസിഡറേഷൻ ഉള്ള രൂപത്തിൽ പരസ്പരം പ്രോമിസുകളാകുമ്പോൾ നമുക്കതിന് ഒറ്റ പേര് വിളിക്കാൻ പറ്റും, എഗ്രിമെൻ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഈ പ്രോമിസും കൺസിഡറേഷനും കൂടി ചേർന്നാൽ അതെന്തായിട്ട് മാറും, എഗ്രിമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ബിക്ക് കാറ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുന്നു, ബി എന്ന് പറയുന്ന ആൾ അതിന് പകരമായിട്ട് പേയ്മെൻറ്റ് നൽകാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൺസിഡറേഷനാണ്. ഇതിന് നമുക്ക് എഗ്രിമെൻ്റ് എന്ന് വിളിക്കാം. ഇവിടം വരെ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്നു. 1872 ഇന്ത്യൻ കരാർ നിയമം എന്ന് പറയുന്ന നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. പക്ഷെ അതിനു മുൻപും നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് വന്നതിന് ശേഷമാണ് ആൾക്കാർ കച്ചവടം തുടങ്ങിയത്, ആൾക്കാർ ജോലി ചെയ്യാൻ തുടങ്ങിയത് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനു മുൻപും ആളുകൾ ജോലി ചെയ്തിട്ടുണ്ട്, ആളുകൾ പരസ്പരം ധാരണകൾ ഏർപ്പെട്ടിട്ടുണ്ട്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ധാരണകളാണ്, മ്യൂച്വൽ എഗ്രിമെൻറ്റ്, പരസ്പര ധാരണ. പക്ഷെ ഇപ്പോഴും ഇത് കരാറായിട്ടില്ല. ഇത് പണ്ട് കാലത്തും ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ 1872 മുൻപ് രണ്ടുപേര് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. മറ്റൊരാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാം, 1 മാസം അവസാനിക്കുന്ന സമയത്ത് ആൾ ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് ആ എഗ്രിമെൻറ്റിൽ വിശ്വസിച്ച് ഒരു ജോലിക്കാരൻ അയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. മാസം അവസാനമാകുമ്പോൾ ആൾ ശമ്പളം കൊടുക്കത്തില്ല. ശമ്പളം കൊടുക്കാണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് കേസ് കൊടുക്കാൻ വകുപ്പില്ല. അന്നത്തെ സ്ഥിതിവിശേഷം അതായിരുന്നു. അതാണ് പണ്ടത്തെ ആൾക്കാർക്ക് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാലും പേടിയായിരുന്നു, വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് നമുക്കൊരു സന്തോഷ വാർത്തയുമായിട്ട് വരുന്നത്. എന്താണ് സന്തോഷ വാർത്ത? നിങ്ങൾ ഇനി മുതൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലൂടെ നിയമം നമ്മളോട് പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ ആരും പേടിക്കേണ്ട. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് ഞങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം. അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ടായിരിക്കണം നിങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻ്റ് ആണോ, നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഞങ്ങൾ മേടിച്ചു തരും, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കും. അങ്ങനെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാം അനുസരിച്ചുകൊണ്ട് നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ശരിക്കും നിയമം പറഞ്ഞ പോലെയാണോ, നിയമത്തിൻ്റെ മുൻപാകെ നമ്മൾക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എഗ്രിമെൻ്റ് ആണോ, അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്റ്റ്. അപ്പോൾ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിൽ വലിയ വ്യത്യാസമില്ല.
പക്ഷെ നിയമം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റായി. അതായത് എഗ്രിമെൻറ്റ് ടു ബി എൻഫോഴ്സിബിൾ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്ന എല്ലാ ചേരുവകളും നിങ്ങൾ എഗ്രിമെൻറ്റിലുണ്ടോ അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺട്രാക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിലാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഈ നമ്മുടെ കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് മാത്രമേ അതിൻ്റെ ഡെഫിനേഷനുള്ളൂ. സോ ഞാൻ ഇത്രയാണെന്ന് ജസ്റ്റ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് സാധനം അല്ലെങ്കിൽ എന്തെല്ലാം ചേർന്നതാണ് ഒരു കോൺട്രാക്റ്റ്, എപ്പോഴാണ് രണ്ടുപേര് തമ്മിലുള്ള സംസാരം ഒരു കോൺട്രാക്റ്റ് എന്നതിലേക്ക് എത്തിപ്പെടുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.